നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശരിക്കും മനസ്സിൽ തട്ടുന്നൊരു കഥയാണ്. ദയായജ്ഞം, യഥാർത്ഥ സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ശക്തി എത്രത്തോളമുണ്ട്, അതെല്ലാമാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈയൊരു മനോഹരമായ കഥ ഗായത്രി പരിവാറിന്റെ സചിത്ര ബാലകഥായൻ എന്നതിൽ നിന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു ചിന്ത നമ്മളിലേക്ക് എത്തിച്ചതിന് അവരോട് നമുക്ക് നന്ദി പറയാം. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്റെ മനസ്സൊരു ചോദ്യം വന്നു. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ പുണ്യം, അതൊക്കെ ഒരാൾക്ക് വിൽക്കാൻ പറ്റുമോ? അതിനൊരു വിലയിടാൻ കഴിയോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ശരി, ഈയൊരു ചോദ്യം മനസ്സിലിരിക്കട്ടെ. നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ഗൃഹനാഥനിൽ നിന്നാണ്. ആള് വലിയൊരു ഉദാരമതിയായിരുന്നു. പക്ഷേ അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയായിരുന്നു. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു, നല്ല മനസ്സുള്ളയാളായിരുന്നു. തന്റെ ജീവിതത്തിൽ 3 വലിയ യാഗങ്ങൾ നടത്തി. യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന വലിയ പൂജകളും ദാനധർമ്മങ്ങളുമൊക്കെയില്ലേ, അതുതന്നെ. കയ്യിലുള്ളതെല്ലാം അദ്ദേഹം അതിനായി ചിലവഴിച്ചു. പക്ഷെ എന്താ സംഭവിച്ചതെന്നോ? ഇത്രയും വലിയ യാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം തീർന്നു. പുള്ളി ആകെ ദാരിദ്ര്യത്തിലായി. ആകെ വിഷമിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഒരു പണ്ഡിതനെ കാണാൻ പോയി. ആ പണ്ഡിതൻ കൊടുത്ത ഉപദേശം കേട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. എന്താണെന്നോ? നിങ്ങൾ ചെയ്ത യാഗങ്ങളുടെ പുണ്യമില്ലേ, അത് നീതിയുടെ ദേവനായ ധർമ്മരാജന് കൊണ്ടുപോയി വിൽക്കൂ. അതിനു പകരം തീർച്ചയായും ധനം കിട്ടും എന്നായിരുന്നു ആ ഉപദേശം. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഗൃഹനാഥൻ തന്റെ പുണ്യം വിൽക്കാൻ വേണ്ടി യാത്ര തുടങ്ങി. ഇതൊരു നിധി തേടിയുള്ള യാത്രയൊന്നുമായിരുന്നില്ല, മറിച്ച് താൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഒരു വില കിട്ടുമോ എന്നറിയാനുള്ള യാത്രയായിരുന്നു. ഒരുപാട് ദൂരം നടന്നു, ആകെ ക്ഷീണിച്ചു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കയ്യിലുണ്ടായിരുന്ന ആ ഒരേയൊരു റൊട്ടി കഴിക്കാനായി അദ്ദേഹം ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കാണുന്നത്. തൊട്ടടുത്തൊരു പാവം നായ എഴുന്നേക്കാൻ പോയിട്ട് ഒന്ന് നീങ്ങാൻ പോലും വയ്യാതെ രോഗം പിടിച്ച് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ പരീക്ഷണ നിമിഷമായിരുന്നു. ഇനി നടക്കാൻ പോകുന്നതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, കഥയുടെ ആത്മാവ് എന്ന് തന്നെ പറയാം. ഇവിടെ വെച്ചാണ് ആ 4ാമത്തെ യാഗം നടക്കുന്നത്. ആ നായയുടെ അവസ്ഥ കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിച്ചില്ല. മനസ്സങ്ങ് അലിഞ്ഞുപോയി. വേറൊന്നും ആലോചിച്ചില്ല. തന്റെ വിശപ്പ് മാറ്റാൻ വെച്ചിരുന്ന ആ റൊട്ടി മുഴുവനെടുത്ത് ആ പാവം ജീവിക്ക് കൊടുത്തു. വയറ് വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. അദ്ദേഹം അപ്പോൾ ചെയ്ത ആ പ്രവൃത്തിയുണ്ടല്ലോ, അതിനെയാണ് ദയായജ്ഞം എന്നു പറയുന്നത്. അതായത് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ വേദന കണ്ടിട്ട് യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മനസ്സലിഞ്ഞ് ചെയ്യുന്ന ആ സേവനം, അതുതന്നെയാണ് കരുണയുടെ യാഗം. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മുടെ ഗൃഹനാഥൻ ലക്ഷ്യസ്ഥാനത്തെത്തി. എവിടെ? സാക്ഷാൽ ധർമ്മരാജന്റെ സദസ്സിൽ. ഇനി അവിടെ എന്താണുണ്ടായതെന്ന് നമുക്ക് നോക്കാം. ധർമ്മരാജൻ തന്റെ കണക്ക് പുസ്തകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യാ, നിങ്ങളുടെ കണക്കിൽ 4 യാഗങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ ഏതിന്റെ പുണ്യമാണ് നിങ്ങൾക്ക് വിൽക്കേണ്ടത്? ഇത് കേട്ട് നമ്മുടെ ഗൃഹനാഥൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ചോദിച്ചു, പ്രഭോ, ഞാനാണെങ്കിൽ 3 യാഗങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഈ 4ാമത്തേതേതാണ്? ഞാനതെപ്പോഴാ ചെയ്തത്? കണ്ടില്ലേ, ഇതാണ് കഥയിലെ ആ ഒരു ട്വിസ്റ്റ്. ഗൃഹനാഥന്റെ കണക്കിൽ 3 യാഗങ്ങൾ, പക്ഷേ ധർമ്മരാജന്റെ കണക്കിലോ 4 എണ്ണം. ഈയൊരു വ്യത്യാസമാണ് കഥയിലെ ഏറ്റവും വലിയ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോ എന്താണ് സത്യം? യഥാർത്ഥ സേവനത്തിന് എത്രമാത്രം പുണ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ധർമ്മരാജനൊരു പുഞ്ചിരിയോടെ ആ രഹസ്യം പറഞ്ഞു. നിങ്ങളുടെ 4ാമത്തെ യാഗം, അത് വഴിയിലച്ച് നിങ്ങൾ ആ രോഗിയായ നായ്ക്ക് കൊടുത്ത ആ ഒരു നേരത്തെ ഭക്ഷണമാണ്, ആ സേവനമാണ്. അതുതന്നെയാണ് ദയായജ്ഞം. എന്നിട്ട് ധർമ്മരാജൻ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ ചെയ്ത ആ ഒരൊറ്റ ദയായജ്ഞത്തിന്റെ പുണ്യം നിങ്ങൾ മുൻപ് നടത്തിയ ആ 3 വലിയ യാഗങ്ങളെക്കാളൊക്കെ എത്രയോ വലുതാണ്. അപ്പോ ഈ കഥയുടെ സാരമെന്താണ്? വളരെ ലളിതമാണ്. ജീവസേവനം തന്നെയാണ് ശിവസേവനം. അതായത് കഷ്ടപ്പെടുന്ന ഒരു ജീവിയെ സഹായിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നത് പോലെ തന്നെയാണ്. വലിയ വലിയ പൂജകളെക്കാളും ആചാരങ്ങളെക്കാളുമൊക്കെ എത്രയോ വലുതാണ് മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ദയ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ അത് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുകയാണല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണക്ക് വയ്ക്കുന്ന 4 ആളെ കാണിക്കാൻ ചെയ്യുന്ന യാഗങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ആരും കാണാതെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മനസ്സിൽ നിന്ന് വരുന്ന ആ ചെറിയ ദയായജ്ഞങ്ങൾ ഏതൊക്കെയാണ്? ഇതിലേതിനായിരിക്കും യഥാർത്ഥത്തിൽ വിലയുണ്ടാവുക? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.